ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ. ശ്ലോകം 54. നിഷ്കാമകർമ്മത്തിലൂടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പണം ചെയ്തുകൊണ്ട് കർമ്മബന്ധങ്ങളുടെ ചങ്ങലക്കെട്ടിൽ നിന്നും മുക്തനാകുക എന്ന ഭഗവത്ഗീതയുടെ സന്ദേശത്തെയാണ് ഭഗവാൻ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വിസ്തരിച്ചു പറഞ്ഞു തന്നത്. അടുത്ത കുറേ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ആരാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അയാളുടെ ഭാഷ, ഇരിപ്പ്, നടപ്പ് എന്നിവയെക്കുറിച്ചുമാണ് അർജുനൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി പറയുന്നത്. അർജുനോവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്തവ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. അർജുനോവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അയാൾ എങ്ങനെയാണ് സംസാരിക്കുക? അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ത്? ഇരിപ്പും നടപ്പും എങ്ങനെയാണ്? സ്ഥിതപ്രജ്ഞൻ്റെ സംഭാഷണത്തിലും ഇരിപ്പിലും നടപ്പിലും വിചാരത്തിലുമൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കും. കൃഷ്ണാവബോധമാർന്നവരുടെ മുഖ്യ ലക്ഷണം അവർ കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രം കൂടുതലായി സംസാരിക്കുന്നു എന്നതാണ്. മറ്റു ലക്ഷണങ്ങളെക്കുറിച്ച് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലായി പറയുന്നുണ്ട്. ശ്ലോകം 55. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മനി ഏവ ആത്മനാ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞഃ തദഃ ഉച്യതേ. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, തൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെയെല്ലാം പരിത്യജിക്കുകയും ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കാതെ ആത്മാവിൽ തന്നെത്താൻ ആനന്ദമനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്നു പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും അയാൾ ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുന്നു. പൂർണ്ണവികാസമാർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് സാക്ഷാത്കരിച്ച് സ്വയം തൃപ്തനാകുന്നു. ഭഗവാന്റെ നിത്യദാസനെന്ന നിലയിൽ അദ്ദേഹം പരമസന്തുഷ്ടനും ആയിരിക്കും. ശ്ലോകം 56. ദുഃഖേഷു അനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ
സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖേഷു അനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീ മുനി ഉച്യതേ. ദുഃഖേഷു അനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖങ്ങളിൽ ഇളകിമറിയാത്ത മനസ്സോടുകൂടിയവനും സുഖാനുഭവങ്ങളിൽ താൽപ്പര്യമില്ലാത്തവനും രാഗഭയക്രോധാദികൾ ഇല്ലാത്തവനുമായ മുനിയെ സ്ഥിതപ്രജ്ഞൻ എന്നു പറയുന്നു. അതായത് ആധ്യാത്മികം, ആദിദൈവീകം, ആദിഭൗതികം തുടങ്ങിയ ത്രിവിധ ക്ലേശങ്ങൾക്കു നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്നു. ജീവിതത്തിൽ വന്നുചേരുന്ന ക്ലേശാനുഭവങ്ങളൊക്കെയും ഭഗവാന്റെ കാരുണ്യമായി സ്വീകരിക്കുന്നു. ഭഗവാന്റെ കരുണയാൽ തൻ്റെ ക്ലേശങ്ങളൊക്കെയും ലഘൂകരിക്കപ്പെടുന്നതായി കാണുന്നു. ഹരി ഓം.